ഇപ്പം സ്മൃതി തന്നെ സംശയം ഉന്നയിച്ചു. അതായത് ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കൃത്യമായി കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല എന്ന്. പക്ഷേ ഇതേ സംശയം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് സ്മൃതി. ഇത് ഇന്ത്യക്കാർ തന്നെയാണോ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നത്, ഈ ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ എക്സ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ചില ഉദാഹരണങ്ങൾ സ്മൃതിയുടെ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ശ്രീകുമാർ സാർ അദ്ദേഹം ഇവരുടെ മെഡിക്കനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഫൈനലി ദ പോപ്പ് ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഗോഡ്. നരേന്ദ്രമോദിജിയെയും അതേപോലെ തന്നെ പോപ്പിനെയും കൂടെ വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു ട്വീറ്റായിരുന്നു. അത് വിവാദമായ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവർ പിൻവലിച്ചു. അതായത് ദൈവത്തിനെ കാണാൻ ആ പോപ്പിന് അവസരം ലഭിച്ചിരിക്കുന്നു. വൺ നേഷൻ വൺ ഹസ്ബൻഡ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മുഴുവൻ 146 കോടി ജനങ്ങളും വളരെയേറെ അഭിമാനത്തോടെ പറയുന്ന സാധനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിനുശേഷം ഇവർ ചെയ്തൊരു പോസ്റ്റാണ് വൺ നേഷൻ വൺ ഹസ്ബൻഡ്, മോഡി ഗവൺമെന്റ് ടു ഡെലിവർ സിന്ദൂർ ടു എവരി ഹൗസ് ഹോൾഡ്. ഇവരുടെ വേറൊരു സാധനമാണ്. ചൈന ടു ബിൽഡ് എയർപോർട്ട് ക്ലോസ് ടു ആസാദ് കാശ്മീർ. ആരുടെയാണ് ഈ ആസാദ് കാശ്മീർ മുദ്രാവാക്യം നമുക്കറിയാത്തല്ലോ, അത് ഇവരുടെ മറ്റൊരു സാധനമാണ്. അതിനുശേഷമാണ് ഇപ്പം ഈ സ്മൃതി സൂചിപ്പിച്ച ഈ ബീഹാർ BD പോസ്റ്റ് വന്നിരിക്കുന്നത്, എക്സിലെ വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ മാത്രമാണോ? നമ്മൾ പരിശോധിക്കണം. എത്ര തവണയാണ് ഇവര് നമ്മുടെ തലയില്ലാത്ത ഭൂപടം, കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭൂപടം എത്ര തവണയാണ് ഈ കർണാടക സോഷ്യൽ എക്സ് ഹാൻഡിലും അതേപോലെ കേരളത്തിന്റെ ഹാൻഡിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സ്മൃതി ചെക്ക് ചെയ്ത് നോക്കിയ സ്മൃതിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. തെലങ്കാന തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് KCRനെതിരെ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ചേർന്ന ഒരു ഭാരതമാണ്. അതൊരു വിശാലമായ ക്യാൻവാസാണ്. അതിനെപ്പറ്റി നമ്മൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ സ്മൃതി. സ്മൃതി, അഖണ്ഡ ഭാരത സങ്കല്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇരുന്നാലേ നമ്മൾ മണിക്കൂറോളം നമ്മൾ രണ്ടും കൂടി ഇവിടെ ഇരിക്കേണ്ടി വരും സ്മൃതി. ഞാൻ ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്ന സ്മൃതി ഒന്ന് അസ്വസ്ഥയാകാതിരിക്കൂ. ദയവായി കേൾക്കാനുള്ള ഒരു മനസ്സ് അങ്ങ് കാണിക്കൂ. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകയല്ലേ. രേവന്ത് റെഡ്ഡി DNA, എന്റെ DNA തെലങ്കാന DA ആണ്. KCRന്റെ DNA ബീഹാർ DNA ആണ്. തെലങ്കാന DNA ആണ് ബീഹാർ DNA-ക്കാൾ ബെറ്റർ. അപ്പൊ ഈ DNA ഇതേപോലെ തന്നെ ജാതീയമായ അധിക്ഷേപം, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ അധിക്ഷേപിക്കൽ, ഓപ്പറേഷൻ സിന്ദൂരിനെ അപമാനിക്കൽ, വംശീയമായി അധിക്ഷേപിക്കൽ, ഈ രാജ്യത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള എക്സ് പോസ്റ്റുകൾ, എക്സ് ട്വീറ്റുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഉണ്ടാകുന്നു. സ്മൃതി കണ്ടിട്ടുണ്ടോ ഈ നാട്ടിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവരുടെ ഒരു ട്വീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളിച്ചെണ്ണ വില ഇത്രത്തോളം കൂടിപ്പോയ സമയത്ത് ഒരു ട്വീറ്റ് ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇങ്ങനെ പുറമോട്ട് നോക്കുമായിരുന്നു. ഒരു ട്വീറ്റ് പോലും ഇവരുടെ ഇല്ല. കേരളത്തിലെ ഒരു വിഷയങ്ങളെ സംബന്ധിച്ചും ഇവരൊരു ട്വീറ്റ് ചെയ്യാറില്ല. ഇവരെല്ലായ്പ്പോഴും ഇതേപോലെ വംശീയമായ അധിക്ഷേപം, രാജ്യത്തെ അധിക്ഷേപിക്കല്, ആന്റി നാഷണൽ എലമെന്റ്സുകൾ പ്രചരിപ്പിക്കല്, ഇങ്ങനെ വംശീയ അധിക്ഷേപത്തിനും ആന്റി നാഷണൽ ഫാക്ടുകൾ പ്രചരിപ്പിക്കാനുമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് എന്തുകൊണ്ടോ കോൺഗ്രസ് കേരളയുടെ ട്വിറ്റർ ഹാൻഡിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തവണയാണോ? ശ്രീകുമാർ അങ്ങ് ചെക്ക് ചെയ്യണം. പല തവണ ഇവരിത് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞു. ഇന്ന് അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു. ഇന്നത്തെ മാപ്പിനകത്തുള്ള ആ വരികളാണ് നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അപമാനിക്കാൻ മാത്രം ബീഹാർ എന്താ തെറ്റാ ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സ്ഥലമാണ്. സിദ്ധാർത്ഥൻ ബുദ്ധനായി പരിഗണിച്ച ബോധോദയം നടന്ന സ്ഥലം ബീഹാറാണ്. നളന്ദ സർവകലാശാല, 10,000-ഓളം ആൾക്കാർ താമസിച്ച് പഠിച്ചിരുന്ന നളന്ദ സർവകലാശാല ഉണ്ടായിരുന്ന സ്ഥലമാണ് ബീഹാർ. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ ബീഹാറിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കും സ്മൃതി. പക്ഷേ ഇവരെ എന്താ പറയാ താരതമ്യം ചെയ്യുന്നത് ബീഹാറിനെ BD-യുമായിട്ടാണ്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം? അത് ആ സന്ദർഭം കൂടി നോക്കണമല്ലോ. GST കൗൺസിൽ നിരക്കുകൾ BD-ക്ക് 25% നിന്നും 18% നികുതി കുറയ്ക്കുന്നു. BD പൊതിയുന്ന ഇലകളുടെ നികുതി 18% നിന്ന് 5% കുറയ്ക്കുന്നു. ഇത് കുറയ്ക്കുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത്. അതിനെ വിമർശിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വേറെ. അതിനെ നിങ്ങൾ ബീഹാറിലെ മറ്റു നേട്ടങ്ങൾ കൊണ്ട് ഉയർത്തി പറയുമ്പോൾ അതൊക്കെ തന്നെയും കോൺഗ്രസും പറയുന്നുണ്ട്. ഈ യാത്രയിലുടനീളം അവർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ BD-യുടെ മാത്രമാണോ ടാക്സ് കുറച്ചത്? ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ ടാക്സ് കുറച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച്, ഞാൻ ആ വാർത്ത കണ്ടത് നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച് ഓരോന്ന് ടാക്സ് കുറഞ്ഞതിനെ സംബന്ധിച്ച് വിശദമായ ടേബിൾ അവതരിപ്പിച്ചില്ലേ? BD-യുടെ മാത്രം ടാക്സ് ആണ് അവിടെ കുറച്ചത്. ഞാൻ സ്മൃതി അടുത്ത് ഒരു കാര്യം കാണിക്കാൻ, ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. 2021 ശ്രീ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടില് ഈ പറഞ്ഞ BD തൊഴിലാളികളെ കണ്ടപ്പോൾ അവരുടെ വിഷമതകൾ പറഞ്ഞു. 28% GST ആണ്, അത് വലിയ കൂടുതലാണ്, അതിൽ നിന്ന് കുറവുണ്ടാവുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്മൃതി, ടെറിബിൾ GST കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ GST കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള BD പ്രൊഡക്റ്റുകളുടെ GST കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ദൃശ്യം വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ പറയുന്നത് ഒരു നിലപാട്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിക്കുക, 13 കോടി ജനങ്ങളെ ഈ തരത്തിൽ വിളിച്ച് ആക്ഷേപിക്കുക, ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവർക്കുള്ളത്? രണ്ടാമതൊരു കാര്യം, ഇപ്പോ ഹൈക്കമാൻഡ് വാളെടുത്തു, പിന്നെ KPCC അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് പറയാൻ തയ്യാറായത്? അവരുടെ ഘടകകക്ഷി തള്ളി പറയാൻ തയ്യാറായി. അതേപോലെ തന്നെ ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു, ഈ നിലപാടെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യുന്നറിയാം, അതുകൊണ്ടാണ് തള്ളി പറയാൻ തയ്യാറായത്. ഇന്ന് KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതല്ലേ? പണ്ട് ഒരു സിനിമയ്ക്കകത്ത് ജനാർദ്ദനെ പറയുന്ന പോലെ, ജനാർദ്ദനെ പറ്റി പറയുന്ന പോലെ, വിശാലമായ മനസ്സുള്ള ആശാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം വിശാല മനസ്കനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഇവിടെയോ വിശാല മനസ്കനായ VT ബൽറാം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് രാജിസന്നദ്ധ അറിയിച്ചു. നോക്കൂ, ഒരു സഹപ്രവർത്തകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ സംഘടനാപരമായ നടപടി എടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി. ഇതുവർ തിരിച്ചറിയുന്നില്ല. എന്തിനാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞോളൂ, നിങ്ങൾ BJP വിമർശിച്ചോളൂ, പക്ഷേ നടപടി എടുത്തില്ലേ? ഏതാ സംഘടനാപരമായ നടപടി എടുത്തില്ലേ? ആരെ സംബന്ധിച്ച കാര്യമാണ് ചോദിക്കുന്നെങ്കിൽ നോക്കൂ, സംഘടനാപരമായ നടപടിയെ സംബന്ധിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വാർത്താ സമ്മേളനം, തൊട്ടുമുമ്പുള്ള വാർത്താ സമ്മേളനം സ്മൃതി കണ്ടിരുന്നോ? സണ്ണി ജോസഫ് എന്താ പറഞ്ഞത്? അദ്ദേഹം രാജിസന്നദ്ധ അറിയിച്ചു, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇതേ വാചകം തന്നെയല്ലേ ഇന്ന് VT ബൽറാമിന്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത്? ചുമതലയിൽ നിന്ന് മാറാൻ, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ചുമതലയിൽ നിന്ന് മാറാൻ VT ബൽറാം സന്നദ്ധത അറിയിച്ചു. താരതമ്യം ശരിയാണോ? ഏത്? അല്ല, VT ബൽറാമിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തമ്മിൽ താരതമ്യം ചെയ്തതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അങ്ങ് വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് VT ബൽറാം മാറാൻ രാജ്യസന്നദ്ധ അറിയിച്ചു, നടപടി എടുത്തു എന്ന് പറയാനുള്ള ആർജവം, തന്റെ ഇടം KPCC പ്രസിഡന്റിന് ഇല്ല സ്മൃതി. അതാണ് പറഞ്ഞത്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും VT ബൽറാമിനെയും കൂടെ BJP പ്രതിനിധി വന്നിട്ട് താരതമ്യം ചെയ്തു എന്ന് പറഞ്ഞു വെക്കരുത്. പറഞ്ഞത് ആ നിലപാട് പറയാൻ പോലുമുള്ള ആർജവും തന്റെ ഇടവും KPCC പ്രസിഡന്റ് കാണിക്കുന്നത് സ്മൃതി, അതാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞതും, ശ്രീകുമാർ കേൾക്കുന്നില്ല, പറയൂ പൂർത്തിയാക്കൂ. ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ മഹത്തായ യാത്രയ്ക്ക് ശേഷം ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞത് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണോ? ഞങ്ങൾ അതിനെപ്പറ്റി അവകാശവാദം പറയാൻ ആളല്ല സ്മൃതി. ഞങ്ങൾ ആ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളൊക്കെ ജനജീവൻ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾ ആ ഏറ്റവും അവസാനം തന്നെ 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ബീഹാറിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വികസനമാണ്. ആ വികസനം ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ ഞങ്ങൾ വോട്ട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കേട്ടില്ല, ഇതുവരെ വോട്ട് ചെയ്തത് 45 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തുമാണ്. 45 ലക്ഷം എന്നുള്ള കോടി എന്ന കണക്കിലേക്ക് വരുന്നുവെന്ന് വേറൊരു കണക്കുണ്ട്. സ്മൃതി, ബീഹാറിലെ SIR-നെ സംബന്ധിച്ച് നമ്മൾ എത്രയോ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉൾപ്പെടെ പ്രതിനിധികൾ വന്നിരുന്ന് ചർച്ച ചെയ്താണ്. എന്താണ് ബീഹാറിലെ SIR എന്നും ബീഹാറിൽ SIR എന്തിനാണെന്നും ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ എന്തിനാണ് നടത്താൻ പോകുന്നതും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ. ഒരു കാര്യം കൂടെ പറഞ്ഞ അദ്ദേഹത്തിന് മറുപടി കൊടുത്തോട്ടെ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇരട്ടവോട്ടും മറ്റേ ഒക്കെ വരണ്ടേ സ്മൃതി. തൃശ്ശൂരെ ഇരട്ടവോട്ടും മറ്റേതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പരിശോധിക്കണ്ടേ? ഇതിനൊക്കെ വന്നു കഴിഞ്ഞു. പട്ടികയെടുത്തപ്പോൾ കണ്ടു. പരലോകത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്ന കുറെ പാവങ്ങളുണ്ട് കണ്ണൂര്. പരലോകത്തുനിന്ന് വോട്ട് ചെയ്യുന്ന കുറെ പാവങ്ങളുണ്ട് കണ്ണൂർ. അവരൊന്നും സമാധാനത്തോടെ ഇരിക്കും സ്മൃതി. എല്ലാം നോക്കാന്നേ, നമുക്ക് പരിശോധിക്കണം, ഓരോരുത്തരുടെയും നമുക്ക് പരിശോധിക്കണം, ആർക്കൊക്കെ എവിടൊക്കെ ഉണ്ടെന്നൊക്കെ പരിശോധിക്കണം. ഗണേഷ് കുമാറിന്റെ പരിശോധിക്കണം,
അല്ല, പരിശോധിക്കുമ്പോൾ എല്ലാം പരിശോധിച്ച് തെളിഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പരിശോധിക്കുന്നവരാണല്ലോ അവകാശപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കണം. ശരി, ഞാൻ തിരിച്ചെത്താം. ദാമോദർ പ്രസാദിലേക്ക് വരാം. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.